പിന്നെ തീരുതയുമില്ല. പിന്നെ എന്തിനാണ് ഈ രാജാക്കന്മാർ വെറുതെ ഭൂമി ചിരിക്കത്രേ. പതായുമാത്തെ സതിതം മകീയതാം വിധോയോഗേഷു യശഃപരേഷാം വിജ്ഞാനവൈരാഗ്യ വിവക്ഷയാവിവോ അതോ വിഭൂതെന്ന കുമാരവാക്യം. ഭൂമി നമ്മളെ നോക്കി ശരിക്കും എന്തിനാണ് നിങ്ങൾ ഇനിയുള്ള ആൾക്കാരെന്താണ് ഇത് കണ്ടിട്ടെങ്കിലും അവർക്കൊന്ന് നല്ലവരായിട്ട് ഇരിക്കണ്ടേ? അതുമില്ല. എല്ലാവരും എൻ്റെ ഭൂമി എൻ്റെ ഭൂമി എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ് ഒരു ഇത്തിരി ഈ ആളുകളൊക്കെ വഴക്കിടുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്ഥലം എൻ്റെയാണ്, നീ അത് എടുത്തു എന്ന് പറഞ്ഞ് വെറുതെ അടികൂടി കൂടും ഇല്ലേ? എന്താ പറയില്ലേ? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഭൂമി ദേവി രാജാക്കന്മാരെ നോക്കി ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഈ കലിദോഷം പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഏനോ ഭഗവാൻ പലേ ദോഷം കലോചനം. ഇപ്പം ഈ കലിദോഷം പോകാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് പറഞ്ഞു തരാൻ നോക്കുമ്പോൾ പറയുകയാണ് ശ്രീ സുബ്രഹ്മണ്യ ഹൃദയ പ്രവർത്തന കർമ്മ ചതുഷ്പാക്കൈ ജനേന്ദ്ര. ഈ കൃതയുഗം തുടങ്ങുമ്പോൾ ഈ ഭൂമിയിലെ ജനങ്ങൾക്ക് സത്യം, ദയ, തപസ്, ദാനം ഇതൊക്കെ ഉണ്ടായിരുന്നു. 4 കാലാണ് കൃതയുഗത്തുണ്ടായിരുന്നത്. എന്നാൽ ഈ ത്രേതായുഗം വന്നപ്പോൾ ഒരു കാലം ഒടിഞ്ഞുപോയി. എന്താ? ത്രേതായം ധർമ്മപാദാനാം തുര്യാംശോ ഗീയദേശനെ അധർമ്മപാതയിലനർഥ ഹിംസ ദോഷ വിഗ്രഹേ. പിന്നെ ഒരു കാലം ഈ സത്യവും ദയയും പിന്നെ തപസ്സും ദാനമുള്ളതിൽ ഒരു കാലം അങ്ങോട്ട് ഒടിഞ്ഞുപോയി. ത്രേതായുഗം വന്നപ്പോൾ തപസ്, സത്യ, ദയ, ദാനം അത്രേ ഉള്ളൂ, ബാക്കിയില്ല. പിന്നെ ദ്വാപരയുഗം വന്നപ്പോഴോ ഒരു കാലം കൂടെ പോയി. തപസ്, സത്യ, ദയ, ദാനെ സത്യം മുറച്ചത് രാവരെ. തപസ്സത്തിന് സത്യൻ്റെ ദയയിൽ ദാനത്തിനൊക്കെ പകുതിയുള്ളൂ, അതുകൊണ്ട് ഒരു കാലം കൂടെ പോയി. എന്നാലോ കലോ ഒരു കർമ്മ കേട്ടു ഞാൻ ദുര്യാമോ കർമ്മ കേട്ടു. ഈ കലികാലം വന്നപ്പോൾ എന്തായി? കർമ്മത്തിൻ്റെ 4 കാലം പോയി. ഒരു കാലം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെന്താണ് 4 കാലം പോയി. ഇപ്പം ദുരാചാരം കൊണ്ട് എല്ലാവരും ശുഷ്കവൈരിന ശത്രുഭാവം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്ന ഓരോരുത്തരോടും. അതാണ് കലികാലത്തിൻ്റെ ദോഷം. ഈ ദോഷം പോകണമെങ്കിൽ നമ്മളെ നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ. കലിദോഷം പോകാൻ ഒരു കലിസന്തരണ ഉപദേശത്തെ പറഞ്ഞൊരു ബ്രഹ്മാവ് ഒരു മന്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം എന്തിനാ ഉണ്ടായെന്ന് വെച്ചാൽ കാരണമായിട്ട് ഈ ഭൂമിയെല്ലാം കാണാൻ വന്നു. നോക്കുമ്പോൾ എവിടെ നോക്കിയാലും കലികാലം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും തമ്മിൽ തല്ലും വഴക്കും ഇതൊക്കെ കാണാറുള്ളൂ. നേരെ ചെന്ന് ഒരു മണ്ണെടുത്ത് പറഞ്ഞു വെച്ചാൽ ഞാൻ ഭൂമിയൊക്കെ പോയി നോക്കി, അവിടെ ഭയങ്കര ദുഃഖവും വഴക്കും കഴുത്തിലും കഷ്ടപ്പാടും മാത്രമേ കാണാനുള്ളൂ. ഇവർക്ക് ഇതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ ഇവരെ രക്ഷിക്കാൻ? നീ ഞാൻ മന്ത്രം പറഞ്ഞുതരാം. പിന്നെ ഷോഡശനാമം അതിൻ്റെ പേര്, 16 പേര് ഭഗവാന്റെ. അതങ്ങോട്ട് വിടാതെ പിന്നെ 24 മണിക്കൂർ ചൊല്ലുകയാണെങ്കിൽ അത് ചൊല്ലുന്നവിടെ കലിദോഷം വരില്ല. അതെന്താണ്? ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ 16 നാമം എന്താ എൻ്റെ ഒരു വിശേഷം പറഞ്ഞാൽ, ഈ 16 നാമങ്ങൾ നമ്മൾ ഉറക്ക ജപിക്കുമ്പോൾ നമ്മൾ ഉറക്ക ജപിക്കണമെന്ന് പറയുന്നത് കൈഖരി വരെ. ആ ഉറക്ക ജപിക്കുമ്പോൾ നമ്മുടെ ചെവി കൂടി ആ ശബ്ദം ഇറങ്ങി നമ്മുടെ ഉള്ളിൽ ഉള്ള മാലിന്യങ്ങളെല്ലാം കളഞ്ഞ്, അതായത് നമ്മുടെ ആത്മസ്വരൂപത്തെ ശരീരത്തിലെ 16 കലകളെ കൊണ്ടാണ് മറച്ചു വെച്ചിരിക്കുന്നത്. ഈ കലകളെയെല്ലാം ഈ നാമത്തിൻ്റെ തരംഗങ്ങൾ കീറി മുറിച്ച് ആ ആത്മസ്വരൂപത്തെ നമുക്ക് കാട്ടിത്തരും. അതിനുള്ള ശക്തി ഇതിനുണ്ട്. നീ കൊണ്ടുപോയി ഭൂമിയിലൊക്കെ തർത്തിക്കോ എന്നങ്ങോട്ട് പറഞ്ഞ് ബ്രഹ്മാവ് പറഞ്ഞു വിടും നാരദൻ. നാരദ മഹർഷി അന്ന് തൊട്ട് ഇവിടെ ഒന്ന് എല്ലാവരോടും പറഞ്ഞു ഹരേ രാമ ജപിച്ചോളാം. നമ്മൾ പറയുന്നുണ്ടല്ലേ, കാര്യം കേൾക്കുന്നില്ല. അങ്ങനെ ജപിച്ചാൽ എന്താണ്? ശോകം, മോഹം, ഭയം, ദൈന്യം, ഹരിദോഷം എല്ലാം മാറിക്കിട്ടും എന്ന് പറഞ്ഞു. ഇനി ചോദിച്ചു, ഈ കാലം എത്രയാണ്, യുഗം എത്രയാണ്, അതിലെന്തൊക്കെയുണ്ടല്ലോ വ്യത്യാസം?